എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അതായത് മൺസൂൺ നല്ല രീതിയിലുള്ള മൺസൂൺ വന്നു കഴിഞ്ഞാൽ അത് ഓഹരി വിപണിയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആ വീഡിയോയെക്കുറിച്ച് ഒന്ന് സംസാരിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏതൊരു ഘടകവും ഓഹരി വിപണിയെയും ബാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാലാവസ്ഥ. ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നവർ ആയതിനാൽ അടുത്ത വർഷം നല്ല മൺസൂൺ മഴ ലഭിച്ചേക്കും എന്ന വാർത്തയോ സൂചനയോ വന്നാൽ തന്നെ അത് വിപണിക്ക് നല്ല ഉണർവാണ് നൽകുക. തിരിച്ചാണെങ്കിൽ വിപണിയിൽ ക്ഷീണവും സംഭവിച്ചേക്കാം. സൂചന ലഭിക്കുമ്പോൾ തന്നെ വിപണി അതിനോട് മുൻകൂട്ടി പ്രതികരിക്കുമെന്നതിനാൽ നിക്ഷേപകർ കാലാവസ്ഥ സംബന്ധിച്ച വാർത്തകൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷി അനുബന്ധ ഓഹരികളെ മാത്രമല്ല മഴ സൂചനയും വരൾച്ചയും വാർത്തയും ബാധിക്കുക. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മുതൽ ബാങ്ക് വായ്പ തിരിച്ചടവിനെ വരെ ബാധിക്കുന്നതാണ് മൺസൂൺ. ജനങ്ങളുടെ വരുമാനം കുറഞ്ഞാൽ അവർ ചെലവഴിക്കുന്നതും കുറയും. ഇത് കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും കുറവ് വരുത്തും. ഇരുചക്ര വാഹനങ്ങളുടെയും വില കുറഞ്ഞ കാറുകളുടെയും വരെ വിൽപ്പനയിൽ മഴക്കുറവ് ബാധിക്കാറുണ്ടെന്നാണ് നമുക്ക് മുൻകാല ഡാറ്റ വെച്ചിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ. കാലാവസ്ഥ വിശേഷണങ്ങൾ വിപണിയെ പൊതുവായി ബാധിക്കും എന്നതിനൊപ്പം ചില കമ്പനികളെ സവിശേഷമായി ബാധിക്കുമെന്ന് നമ്മൾ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് അഗ്രോ കെമിക്കൽ, അതുകൂടാതെ വളം, ട്രാക്ടർ ഉൾപ്പെടെ കൃഷി അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് മൺസൂൺ മഴ ഏറെ പ്രാധാന്യമാണ്. വേനൽ ഗുണമാകുന്ന കമ്പനികളുണ്ട്. വേനൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, AC, ഫാൻ, കൂളർ, അതുപോലെ ശീതളപാനീയങ്ങൾ, ഇതും വേനൽ കൂടിക്കഴിഞ്ഞാൽ ഈ കമ്പനികൾക്ക് നല്ല ഗുണങ്ങളുണ്ട്. അപ്പോൾ പക്ഷെ മൺസൂൺ കൂടിയാൽ മറ്റുള്ളൊരു കമ്പനി എല്ലാതും പരസ്പര പൂരകമാണ് ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മോട്ടോർ പമ്പ് സെറ്റ്, PVC പൈപ്പുകളും മറ്റ് ജലസേചന ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന കമ്പനികളും എല്ലാവർക്കും മഴ കൂടിയാൽ അല്ലെങ്കിൽ നല്ല മൺസൂൺ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നല്ല ഗുണകരമായിട്ട് ഇത് ഭാവിക്കും. അതുകൂടാതെ ഇവർക്ക് കൊടുക്കുന്ന, അതായത് ട്രാക്ടർ, മോട്ടോർ ഇവർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കമ്പനികളുണ്ടല്ലോ, അതായത് ഇവർക്ക് അസംസ്കൃത വസ്തുക്കൾ നൽകുന്ന ധാരാളം കമ്പനികളുണ്ട്. അവർക്കും ഇത് ഗുണകരമായി മാറും. വേനൽ കണക്കുമ്പോൾ ഊർജ്ജ പ്രഭാവം വർദ്ധിക്കും. ബദൽ ഊർജ്ജത്തെക്കുറിച്ചുള്ള ചർച്ച സജീവം. അതുമായി ബന്ധപ്പെട്ട ഓഹരികളും ഈ ഗണത്തിൽ തിളങ്ങും. അപ്പോൾ ഇങ്ങനെ വരുന്ന വാർത്തകളെ കുറിച്ചെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം.